കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിനെ മാനിച്ച്, കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് ദൈവം ഭൂമിയിൽ നമുക്ക് നൽകി തരുന്ന സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് സാധാരണ ഉള്ളതിനേക്കാൾ അല്പം കുറച്ച് പേരാണ് നാം ഒരുമിച്ച് കൂടി വന്നത്. വിവിധ സാഹചര്യങ്ങളാൽ പലരും ആയിരിക്കുന്നല്ലോ. അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ അവരൊക്കെ വയ്ക്കുകയും ഒക്കെ ചെയ്യാം. നാം ആയിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ നാം അല്പം മുമ്പേ കേട്ടതുപോലെ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ മനുഷ്യർ സ്വസ്നേഹികളായിട്ട് തീർന്നിരിക്കുന്ന കാലമാണ്. സ്വസ്നേഹികളായിട്ട് തീർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തു ചെയ്യുന്നു, എങ്ങനെയായിരിക്കുന്നു എന്നൊന്നും അറിഞ്ഞുകൂടാത്ത കാലം. ഈ കാലത്ത് ദൈവമക്കളുടെ ഉത്തരവാദിത്വം എന്താണ്? സ്ഥലം സഭയുടെ ഉത്തരവാദിത്വം എന്താണ്? സ്ഥലം സഭയിൽ ദൈവമക്കൾക്ക് എങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും നാം ജീവിക്കുന്ന സമൂഹത്തിന് പ്രയോജനമുള്ളവരായിട്ട് ജീവിക്കുവാനും കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ക്രിസ്തു ജീവിതം കൊണ്ട് ജസ്റ്റ് നമ്മൾ ദൈവമക്കളായിരുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുക എന്നുള്ളതിനപ്പുറമായിട്ട് ദൈവം എന്നെയും നിങ്ങളെയും ഒക്കെ ആക്കി വെച്ചിരിക്കുന്ന ഓരോ സ്ഥാനങ്ങളിലും കർത്താവിന് വളരെ വലിയ ഉദ്ദേശം നമ്മളെ കുറിച്ചുണ്ട്. ഈ ഉദ്ദേശങ്ങളൊക്കെ നാം നിവർത്തിക്കപ്പെടേണ്ടത് അത്യാവശ്യം. സ്ഥലം സഭ എന്ന് പറയുന്നത് ദൈവീക പ്ലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സ്ഥലം സഭകൾ അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ നിവർത്തിക്കാം. ഈ സ്ഥലസഭയെ സംബന്ധിച്ചുള്ള ആ നിലയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ചിന്തകൾ നമുക്ക് പല പ്രാവശ്യം കേൾക്കുവാനും അറിയുവാനും അതിന്റെ സന്തോഷം അനുഭവിക്കാനും കഴിയുന്നതാണ്. അതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പരിചിതമായ ചില വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ച് സ്ഥലം സഭയുടെ ശിഷ്യത്വവും അതുപോലെ സുവിശേഷ ഉത്തരവാദിത്വവും ഒന്ന് വെളിപ്പെടുത്തപ്പെടുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ പരിചിതമായ ചില വാക്യങ്ങളോടെയാണ് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് അരുമനാഥനാകുന്ന കർത്താവ് ഒടുവിലായിട്ട് പറഞ്ഞതാകുന്ന പ്രധാനപ്പെട്ട കൽപ്പനകളിൽ ഒന്നാണല്ലോ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ. ആ വാക്യം ഒന്ന് വായിച്ചുകൊണ്ട് നമ്മുടെ ചിന്തയെ ഇന്ന് ആരംഭിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-20 വാക്യം. ആരെങ്കിലും എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിക്കും. നമുക്കറിയാം, ഇത് വളരെ പരിചിതമായ വാക്യമാണ്. ഇത് നമ്മുടെ കർത്താവിന്റെ ഗ്രേറ്റ് കമ്മീഷനാണ്. ഏറ്റവും മഹത്വമായ നമ്മോടുള്ളതാകുന്ന ദൈവത്തിന്റെ കമ്മീഷനാണ്. കർത്താവ് നമ്മളോട് പറഞ്ഞതാകുന്ന കാര്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഈ വായിച്ച ഭാഗത്ത് കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താ? കർത്താവ് ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നാം വായിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. യേശു കർത്താവിന്റെ കൽപ്പനയുടെ ഉദ്ദേശം എന്താ? യേശു കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശിഷ്യന്മാരെ ഉണ്ടാക്കുക എന്നുള്ളത്, ശിഷ്യരാക്കപ്പെടുന്നതാകുന്ന കാര്യം. സ്ഥലം സഭയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിശ്വാസികൾ എന്നുള്ളതിനപ്പുറം എന്താണ്? ഓരോ വിശ്വാസികളും ആരായിട്ട് മാറണം? ശിഷ്യന്മാരായിട്ട് മാറണം. കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ച് യേശുവിനെ വിശ്വസിക്കുന്ന ഏവരും വിശ്വാസികളാണ്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുന്നവർ. ദൈവമക്കളെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം, യേശു കർത്താവ് കൽപ്പിച്ചത്, ദൈവത്തിന്റെ വചനം പ്രമാണിക്കാൻ കഴിയുന്നവരായിരിക്കും. അപ്പം സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ് ശിഷ്യന്മാരെ ഉണ്ടാക്കപ്പെടുക. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സുവിശേഷത്തിന്റെ സാക്ഷികളായിട്ട് തീരുകയും ആ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അങ്ങനെ എത്തിക്കപ്പെട്ടവർ വിശ്വാസം അംഗീകരിക്കുന്നവർ യേശു കർത്താവിന്റെ ശിഷ്യന്മാരായിട്ട് തീരുകയും ചെയ്യും. ഒരു സ്ഥലത്ത് ദൈവം ഒരു സഭയെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ ആ സഭയുടെ ലക്ഷ്യം ലോകം യേശു കർത്താവിനെ കുറിച്ച് കേൾക്കണം. യേശു കർത്താവിനെ കുറിച്ച് കേൾക്കണമെന്ന് മാത്രമല്ല, കേൾക്കുന്നവർ, വിശ്വസിക്കുന്നവർ, അവർ ശിഷ്യന്മാരായിട്ട് തീരണം. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ്. പത്തനംതിട്ടയുടെ പ്രദേശത്ത് ചുറ്റുപാടുകളിൽ ആളുകൾ സുവിശേഷം കേൾക്കണം.
അത് ഈ സ്ഥലം സഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്ഥലം സഭയ്ക്ക് അത് സാധിച്ചിട്ടുണ്ട്. അനേകരെ സുവിശേഷം കേൾപ്പിക്കുവാൻ ഇടയായിട്ടുണ്ട്. അനേകരെ ശിഷ്യന്മാരായിട്ട് വരുവാൻ, കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ ഓരോ സ്ഥലത്തും ദൈവം ആഗ്രഹിക്കുന്നു വിശ്വാസികൾ വർദ്ധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസികൾ ഉണ്ടാകണം, ശിഷ്യന്മാരുണ്ടാകണം. അത് ആത്മീയ വളർച്ചയുടെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, ഈ സ്ഥലം സഭ എന്ന് പറയുന്നത് ശിഷ്യന്മാർ കടന്നു വരുന്നതാണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശം, വ്യക്തികളുടെ ഉദ്ദേശം മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്ക് എനിക്കും നിങ്ങൾക്കും എന്താ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും? എന്റെ ആത്മീയ വളർച്ചയ്ക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ കൂട്ടുവിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്ക് എനിക്ക് എന്ത് നിക്ഷേപം നൽകുവാനായിട്ട്? ഇത് നാം വളരെ വ്യത്യസ്തമായിട്ട് ഓർത്തിരിക്കേണ്ടതാകുന്ന കാര്യമാണ്. നമ്മുടെ വളർച്ചയ്ക്ക്, അവരുടെ വളർച്ചയ്ക്ക് നമുക്ക് ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ ചെയ്യുക. മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്ക്, അവരുടെ ആത്മീയ ഉന്നമനത്തിന് ഞാനും നിങ്ങളുമാണ് അവരിൽ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്. വളരെ പ്രധാനപ്പെട്ടതാകുന്ന ഒരു സത്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരുടെ ആത്മീയത്വം അല്ലെങ്കിൽ ശിഷ്യത്വത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ, ശക്തരാക്കി തീർക്കുവാൻ, നമ്മുടെ സ്ഥലം സഭയെ ശിഷ്യത്വത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഇതിന്റെ നിങ്ങളുടെയും പങ്ക് എന്താണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യം. ഒന്ന്, ഞാൻ പറഞ്ഞതാകുന്ന കാര്യം എന്ന് പറയുന്നത്, ദൈവസഭ എന്ന് പറയുന്നത് അത് ശിഷ്യന്മാരെ ഉണ്ടാക്കുന്ന സ്ഥലമായിരിക്കണം. ദൈവസഭയിൽ ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. രണ്ട്, യേശു കർത്താവ് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം അധ്യായം നമുക്ക് പരിചയമുള്ളതാകുന്ന മറ്റൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ അനുസരിക്കാം. 2-ാം അധ്യായത്തിന് 42 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പറയുന്നത് സ്ഥലം സഭയുടെ മറ്റൊരു വിശേഷകരമായ കാര്യമാണ്. സ്ഥലം സഭ എന്ന് പറയുന്നത് ഒരു ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. ഈ ലിവിങ് കമ്മ്യൂണിറ്റിയിൽ, അത് ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ എന്താണ്, എങ്ങനെയാണ് സ്ഥലം സഭയുടെ വളർച്ചയ്ക്ക് പ്രയോജനപ്രദമായിട്ട് തീർന്നിരിക്കുന്നത്? ഒന്ന്, ശിഷ്യന്മാരെ ഉണ്ടാകണം. രണ്ട്, സ്ഥലം സഭ ആത്മീയമായിട്ട് വളരണമെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും, അല്ലെ എങ്ങനെയാണ് ആ കമ്മ്യൂണിറ്റി വളരുവാനായിട്ട് കഴിയുന്നത്? അവിടെ നമ്മൾ കാണുന്നത് നമുക്ക് വളരെ പരിചിതമായ വാക്യമാണല്ലോ. 2-ാം അധ്യായത്തിന്റെ 42 മുതലുള്ള വാക്യങ്ങളിൽ ജന്മഭൂമികളും വസ്തുക്കളും വെച്ച് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നിർത്തിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാക്കുകയും കൊണ്ട് ഭക്ഷണം നൽകുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. നമുക്കറിയാം, ആദ്യത്തെ കൂട്ടത്തിന്റെ അല്ലെങ്കിൽ ആദ്യത്തെ സഭയുടെ പ്രത്യേകതയാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. അവര് സുവിശേഷം കേട്ടവര്, മാനസാന്തരപ്പെട്ടവര്, സ്നാനമേറ്റവര്, അവരെന്താണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് അവർക്ക് ഒരു ജീവനുള്ള കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആത്മീയ വളർച്ചയ്ക്ക്, സ്ഥലം സഭയുടെ വളർച്ചയ്ക്ക് ഓരോ വിശ്വാസികളും എങ്ങനെ ഭാഗവാക്കുകളാകാൻ കഴിയും, എങ്ങനെ പങ്കാളികളായിട്ട് തീരുവാനിടയായിട്ട്. ഏതാണ്ട് 3000-ഓളം പേർ അന്ന് ക്രിസ്തു ആ സഭയോട് ചേർന്നപ്പോൾ, യേശു കർത്താവ് സഭയോടെ ചേർത്തപ്പോൾ അവരെന്താ ചെയ്തത്? അവർ ചെയ്തതിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവർ ഉപദേശം കേട്ടു, അല്ലെ? അവർ ഉപദേശം കേട്ടു. അതുപോലെ തന്നെ അവരെ കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു. നോക്കുക, നമ്മുടെ സ്ഥലം സഭയിൽ ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്ന ഏത് മീറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്? ഏത് മീറ്റിങ്ങിന് ഏറ്റവും പ്രാധാന്യമുള്ളത്? ഞായറാഴ്ച ആരാധന, അല്ലെ? ഞായറാഴ്ച ഒരുമിച്ച് കൂടുക, പിന്നെ അപ്പം നുറുക്കുക. അപ്പം നുറുക്കി കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോവുകയും ചെയ്യും, അല്ലെ? അത് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? അപ്പത്തിൽ നിന്ന് പങ്കെടുക്കുക. ഏത് പുസ്തകം അങ്ങനെ ഒരു കാര്യം മാത്രം പഠിപ്പിക്കുന്നുണ്ട്.
അപ്പം നുറുക്കുക മാത്രമാണ് പ്രാധാന്യമുള്ള കാര്യം. നമ്മുടെ മീറ്റിങ്ങുകളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. നമ്മുടെ മീറ്റിങ്ങുകളിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ഉള്ള മീറ്റിംഗ് ഏതാണ് നോക്കിയത്? ഏതായിരിക്കും? സൺഡേയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന വർഷിപ്പ് മീറ്റിങ്ങിന് മാത്രം എന്ത് കാണും? ഈ സൺഡേയിലെ മീറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ വർഷിപ്പ് മീറ്റിംഗ് എന്ന് പറയുന്നെങ്കിലും വാസ്തവത്തിൽ ഇതെന്താണെന്നറിയാമോ? ഇത് റിമംബറൻസ് മീറ്റിംഗ്. മറ്റു പലയിടത്തും ഇതിനെക്കുറിച്ച് പറയുന്നത് എന്തെന്നാ? റിമംബറൻസ് മീറ്റിംഗ് എന്ന ഓർമ്മയുടെ കാര്യമാണ്. എന്താണ് റിമംബറൻസ്? യേശു കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ഓർക്കുന്ന മീറ്റിംഗ് ആണ്. ആ കർത്താവിനെ ആരാധിക്കുന്നതാണ്, വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷെങ്കിൽ അതേ പ്രാധാന്യം അവർക്ക് ഏതിനുണ്ടായിരുന്നു? ഉപദേശം കേൾക്കുന്നുണ്ട്. ഉപദേശം കേൾക്കുക എന്നുള്ളത് എന്തുവാ? ഇന്നത്തെ ഭാഷയിൽ അത് ഏതെന്നാ പറയാം? ബൈബിൾ സ്റ്റഡിയാ, ബൈബിൾ ടീച്ചിങ്. സ്ഥലം സഭയിൽ വിശ്വാസികൾ ആത്മീയരായിട്ട് വളരണമെങ്കിൽ എന്ത് ചെയ്യണം? ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കും. നമ്മൾ പറയും കുഞ്ഞുങ്ങൾ ആത്മീയരായിട്ട് വളരാൻ നമുക്ക് എന്തോ വേണം? സൺഡേ സ്കൂൾ വേണം. സൺഡേ സ്കൂളിനെ നമ്മൾ വളരെ ആഗ്രഹിക്കുന്നു, അവരെ വളർത്തണം. ഞാൻ പറയാം, നമ്മുടെ സൺഡേ സ്കൂൾ പഠനത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അതിൽ 1 മുതൽ ഇപ്പം നഴ്സറി തൊട്ടുണ്ട്. നഴ്സറി തൊട്ടുണ്ട് 12 വരെ പഠിച്ചാൽ പിന്നെ ഒരു ബൈബിൾ കോളേജിൽ പോകേണ്ടത് ആവശ്യം ഇല്ല. അതുപോലെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ് നമ്മുടെ പാഠാവലി. സൺഡേ സ്കൂള് ആ നിലയിൽ പഠിക്കാൻ അവസരം കിട്ടിയവരെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും എന്ത് ലഭിച്ചിട്ടില്ലെന്നറിയാമോ? സൺഡേ സ്കൂള് കംപ്ലീറ്റ് പഠിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. അത് പല സാഹചര്യങ്ങളിലായിരിക്കും. എന്നാൽ നമ്മൾ ഓർക്കുക, ദൈവവേദങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് വേദപുസ്തക പഠനം. വേദപുസ്തകം പഠിക്കാൻ എവിടെ സാവകാശം? ദൈവസഭയിലാണ്. ആരാധനാ മീറ്റിങ്ങിന് എന്ത് പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യം ഏതിനുണ്ടാകണം? ദൈവവചന പഠനത്തിന് ഉണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ സഭായോഗങ്ങളെ എന്ത് ചെയ്യരുത്? ഉപേക്ഷയായി വിചാരിക്കരുത്. ഏത് യോഗമാണ് സഭായോഗം? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന സഭായോഗം എന്ന് പറഞ്ഞതാ ഞായറാഴ്ചത്തെ മീറ്റിംഗ്. പക്ഷെ ഏതാ സഭായോഗം? സഭയുടെ മീറ്റിങ്ങുകൾ ഏതൊക്കെയാണോ അതെല്ലാം എന്താ? സഭായോഗമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാം ആത്മീയമായിട്ട് വളരണമെങ്കിൽ നാം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം. സഭയ്ക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കണം. ബൈബിൾ ക്ലാസ്സിൽ ദൈവമക്കളുടെ എല്ലാവരുടെയും പങ്ക് അനിവാര്യമാണ്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട. നമ്മൾ പറയും നമ്മുടെ അനേക സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ബൈബിൾ ക്ലാസ്സിൽ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ഹിതം നമ്മോട് വെളിപ്പെടുത്തുക അല്ലെ? ഓരോ ദൈവവചന ശുശ്രൂഷയിലും നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യമുണ്ട്. അത് പ്രസംഗിക്കുന്നവരോ പഠിപ്പിക്കുന്നവരോ അവരുടെ വാക്കുകളല്ല നമ്മോട് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും എന്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. പ്രസംഗിക്കുന്നത് XYZ ആരെങ്കിലും ഒരാളായിരിക്കാം അല്ലെ? അവരുടെ പേരിനോ അവരുടെ സ്ഥാനത്തിനോ അവരുടെ പ്രത്യേകതകൾക്കോ അല്ല സ്ഥാനം. അവര് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് ദൈവവചനത്തിന് പ്രാധാന്യം വളരെ വലുതാണ്. സ്ഥലം സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് ബൈബിൾ ക്ലാസ്സുകൾ അഥവാ ഉപദേശത്തിന്റെ പഠനം അത്യാവശ്യമാണ്. പിന്നീട് അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? കൂട്ടായ്മ ആചരിച്ച് ഫെലോഷിപ്പ് മീറ്റിംഗ്സ് അല്ലെ? ബൈബിൾ സ്റ്റഡീസ് ഉള്ളതുപോലെ തന്നെ എന്താ ഉണ്ടായത്? ഫെലോഷിപ്പ് മീറ്റിംഗ്സ് ഉണ്ട്. ഫെലോഷിപ്പ് മീറ്റിംഗ് കഴിഞ്ഞ വ്യാഴാഴ്ച നമുക്ക് ഉണ്ടായിരുന്നു. കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ ഓരോ കോട്ടേജുകളിലൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഫെലോഷിപ്പ് മീറ്റിങ്ങുകൾ, കൂട്ടായ്മ ഒരുമിച്ച് അനുഭവിക്കുന്ന മീറ്റിംഗ്. പിന്നീട് നമ്മളവിടെ കാണുന്നത് പിന്നെന്താ ഉള്ളത്? അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥന കഴിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച്. അപ്പം നുറുക്കുന്നതാണ് നമ്മൾ ആഴ്ചയോടെ 1 ദിവസം 1 സഭ ഒരുമിച്ച് ചെയ്യുന്നത്. അത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഉണ്ടായിരിക്കേണ്ടതും അത്യാവശ്യമുള്ളതുമാകുന്ന മറ്റൊരു മീറ്റിംഗ് ആണ് പ്രാർത്ഥനാ മീറ്റിംഗ്. സഭയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മീറ്റിങ്ങുകളാണ് 1 വേദപുസ്തക പഠനം അഥവാ ബൈബിൾ സ്റ്റഡി, 2 കൂട്ടായ്മ മീറ്റിങ്ങുകൾ, 3 അപ്പം നുറുക്കുവാൻ അഥവാ റിമംബറൻസ് മീറ്റിംഗ്, ഒരുമിച്ച് കൂടുവാനുള്ളതാകുന്ന ആരാധനാ മീറ്റിംഗ് നാം പറയപ്പെടുന്നതാകുന്ന റിമംബറൻസ് മീറ്റിംഗ്, പിന്നെ 4 പ്രാർത്ഥനാ മീറ്റിംഗ്. ഇതെല്ലാം വിശ്വാസികൾ ആരായിരിക്കണം? സജീവമായിരിക്കണം.
ശരീരത്തിന് രോഗമോ പ്രശ്നമോ കൊണ്ട് ഒരു ദിവസം സാധിക്കാതെ ഇരിക്കുന്നതല്ല. പക്ഷെങ്കിൽ അതിന് മറ്റ് മീറ്റിങ്ങുകൾക്ക് നാം അതേ പ്രാധാന്യം, അതിനുവേണ്ടി ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി ദൈവവചനത്തിന്, ദൈവസഭയില് നാം ഒരു ലിവിങ് കമ്മ്യൂണിറ്റി ആയിരിക്കണമെങ്കിൽ, ജീവനുള്ള സമൂഹമാകണം. നമുക്കറിയാമോ, മറ്റനേക സംഘടനകളും ഗ്രൂപ്പുകളും ഒക്കെ വളരാൻ കാര്യം എന്താ? അവരുടെ എല്ലാ മീറ്റിങ്ങിലും അവരാരാണെന്നറിയാമോ? അവർ വളരെ താല്പര്യത്തോടാണ്. അവർ ലിവിങ് കമ്മ്യൂണിറ്റി. നമുക്ക് ലിവിങ് കമ്മ്യൂണിറ്റി ആകണമെങ്കിൽ നമ്മുടെ എല്ലാ നമ്മുടെ ഒരുമിച്ച്, ഇവിടെ നമ്മൾ വായിക്കുന്ന മറ്റൊരു ശബ്ദം കൂടിയുണ്ട്. എല്ലാം എനിക്ക് വായിക്കുവാനൊരു സമയമില്ലല്ലോ. അവർ അവിടെ പറയുന്ന മറ്റൊരു വാക്കുകൂടിയുണ്ട്. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. വിശ്വസിച്ചവർ എല്ലാവരും എങ്ങനെയായിരുന്നേ? ഇന്ന് അനേക നിലയിൽ ആളുകൾക്ക് ഒരുമിച്ചിരിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. പക്ഷേ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയണം? ഒരുമിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇൻ യൂണിറ്റിയാണ്, ഐക്യതയോടുകൂടെ, ഏകതയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, പെട്ടെന്ന് ഞാൻ ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവസഭയിൽ എന്ത് വേണം? വിശ്വസിച്ച് കടന്നു വരുന്നവർ ശിഷ്യന്മാരായിട്ട്. രണ്ട്, ദൈവസഭയിൽ എന്തുണ്ടായിരിക്കണം? ഒരു ലിവിങ് കമ്മ്യൂണിറ്റി ആയിരിക്കണം. ദൈവവചനം പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപോലെ സാധിക്കാൻ കഴിയുന്ന നിലയിൽ ഒരു ലിവിങ് കമ്മ്യൂണിറ്റി ആയിരിക്കണം. മൂന്ന്, ദൈവസഭയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, നോക്കി അടുത്തൊരു ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുവരാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. Colossians chapter 1 verse 28. അപ്പൊ അടുത്തവിടെ പറയുകയാണ്, മലയാളത്തിൽ വായിക്കുമ്പോൾ ഏത് മനുഷ്യനെയാണെന്ന് ആണെങ്കിലും ഇംഗ്ലീഷിൽ ഇത് വായിച്ചാൽ whom we preach, warning every man and teaching every man in all wisdom, that we may present every man perfect in Christ Jesus. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ മനുഷ്യരെയും, എല്ലാ വിശ്വാസികളെയും ആരായിട്ട് മാറ്റണം? പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ തികഞ്ഞവരായിട്ട് മാറും. ദൈവസഭയുടെ ലോക്കൽ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എല്ലാ വിശ്വാസികളും ആരായിരിക്കണം? മെച്വർ ക്രിസ്ത്യൻസ് ആയിരിക്കും. അല്ലെ? ക്രിസ്തീയ വളർച്ചയിൽ, ക്രിസ്തീയ ജീവിതത്തിൽ മെച്യൂരിറ്റി ഉണ്ടാകും. അത് എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകണം. എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകണമെങ്കിൽ പൗലോസ് പറയുന്നത്, ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും എന്ത് ചെയ്യുന്നു? പ്രബോധിപ്പിക്കുകയും സകല ജ്ഞാനത്തോടുകൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഈ ഇംഗ്ലീഷിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്നത് വാണിംഗ് എന്നുള്ള ശബ്ദം തന്നെയാണ് പ്രബോധനത്തിനേക്കാൾ. ഓരോരുത്തരെയും എന്ത് ചെയ്യുന്നു? വാൺ ചെയ്യും. ക്രിസ്തുവില് തികഞ്ഞവരായിട്ട്. അപ്പം ദൈവസഭയിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ വിശ്വാസികളും തികഞ്ഞവരാണ്. ഞാൻ ഈ ഭാഗത്ത് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, എൻ്റെയും നിങ്ങളുടെയും ക്രിസ്ത്യ ജീവിതത്തിന് മെച്യൂരിറ്റി എവിടെ വരെ എത്തിയിട്ടുണ്ട്? നമ്മുടെ ആത്മീയ പക്വത എവിടെ വരെ എത്തിയിട്ടുണ്ട്? നമ്മുടെ ആത്മീയ വളർച്ചയുടെ കുറവിന് ഇപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന പരിസ്ഥിതിയിലാണ്. സ്ഥലം സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും ആരായിട്ട് തീരണം? ക്രിസ്തുവിൽ തികഞ്ഞവരായിട്ട് തീരണം. അതിനാരാ സ്ട്രൈവ് ചെയ്യുന്നു? പൗലോസ് പറയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു? സ്ട്രൈവ് ചെയ്യുന്നു. അപ്പം ദൈവസഭയുടെ ലീഡർഷിപ്പിന്റെ ഉത്തരവാദിത്തങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാകുന്ന ഒരു കാര്യം കൂടിയാണ് ഓരോ വിശ്വാസികളും എന്ത് ചെയ്യണം? മെച്യൂർ ആകേണ്ടതിന് എന്ത് ചെയ്യണം? സ്ട്രൈവ് ചെയ്യും. അതിനുവേണ്ടി ധാരാളമായിട്ട് അധ്വാനിക്കാൻ സാധിക്കും. നാം ഓരോരുത്തരും അതിനുവേണ്ടി സ്വയം ശ്രമിക്കണം. ഇനിയും നാം ഓർക്കുക, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് നാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പ്രിയമുള്ള ദൈവമക്കളെ, എൻ്റെ കൂട്ടുവിശ്വാസിയുടെ ആത്മീക വളർച്ചയ്ക്ക് അവരെ ആത്മീയമായിട്ട് പരിപക്വരാക്കേണ്ടതിന് എൻ്റെ പാർട്ട് എന്താ?
കർത്താവ് പറഞ്ഞ വാക്കുകളെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓർത്തുകൊള്ളുക. കർത്താവ് പറഞ്ഞ നിങ്ങൾ ഡിസൈപ്പിളിനെ, നിങ്ങൾ ശിഷ്യന്മാരെ ഉണ്ടാക്കും. പിന്നീട് നമ്മൾ കണ്ടു നിങ്ങൾ ലിവിങ് കമ്മ്യൂണിറ്റി ആയിരിക്കണം. പിന്നീട് ആ ലിവിങ് കമ്മ്യൂണിറ്റിയിൽ ഓരോ വിശ്വാസികളും ആരായിരിക്കണം? ശിഷ്യന്മാരെത്തി. ഈ ശിഷ്യന്മാർ ലിവിങ് കമ്മ്യൂണിറ്റി ആകണം, ജീവനുള്ള സഭയാകണം. പിന്നീട് ഓരോ വിശ്വാസികളും ആരായിട്ട് മാറണം? മെച്യൂരിറ്റിയിലേക്ക് വളർന്നു വരണം. എന്റെ നിങ്ങളുടെയും ക്രിസ്ത്യ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ടതാകുന്ന സത്യമാണ് നാം ആത്മീയ പരിപക്വതയിലേക്ക് വളർന്നു വരേണ്ടതിന്റെ ആവശ്യം. എന്താണ് നമ്മുടെ ലക്ഷ്യം? സഭ എന്ന് പറഞ്ഞാൽ, ലോക്കൽ സഭ എന്ന് പറഞ്ഞാൽ ഒക്കെ എന്താ നമുക്കറിയാം. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് സഭ ഐക്യത്തിന്റെ ഒരു പ്രതീകം. എന്താ ഒന്നാണെന്നുള്ള തെളിവ് നോക്കിയേ. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ അതിന്റെ 12-ാം അധ്യായത്തിൽ നിന്ന് 12-ാം അധ്യായം, ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 12 അതിന്റെ 12-ാം വാക്യം, വേഴ്സ് 12. ശരീരമൊന്നും അതിന് അവയവവും പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തു. ഓക്കെ, നോക്കുക. ഒരു സഭയുടെ ഉദ്ദേശം എന്താ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ചർച്ച്? ഒരു ശരീരമായിരിക്കും, അല്ലെ? ഒരു ശരീരമായിരിക്കും. ആരെ? യേശു ക്രിസ്തുവിൽ ഒരു ശരീരമായിരിക്കും. ഇനി ഈ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നോക്കിയേ അതിന്റെ 18-ാമത്തെ വാക്യം. ഈ അവയവങ്ങൾക്കൊക്കെ അതിന്റെ സ്ഥാനം കൊടുക്കാരാ? വേഴ്സ് 18 അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെ വെച്ചിരിക്കും. ഈ അവയവങ്ങളുടെ ഉത്തരവാദിത്വം എന്താ? അവയ്ക്കൊക്കെ ഓരോ റെസ്പോൺസിബിലിറ്റി, അല്ലെ? ഓരോ പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് ദൈവമാണ് ഓരോ അവയവങ്ങളെ വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശരീരം പ്രവർത്തിക്കേണ്ടതിന് വിവിധ ഓർഗൻസ് ഉള്ളതുപോലെ ഈ ഓരോ ഓർഗൻസിനെയും അതിന്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് ദൈവമാണ്. ഒരു ബോഡി ആഗ്രഹിച്ചിട്ടല്ല അതിന്റെ ഓർഗൻസ് അതിന്റെ സ്ഥാനത്താക്കിയിരിക്കുന്നത്. പിന്നെയോ അതിന്റെ സൃഷ്ടിതാവ് അതിനെ ആക്കിയിരിക്കുന്നു. ദൈവമാണ് സഭയിൽ വിവിധ ഉത്തരവാദിത്വങ്ങളോടെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മീക വരദാനങ്ങളെ ഓരോരുത്തർക്കും കൊടുത്ത് ഓരോരുത്തർക്കും അവരവർക്കുള്ള ശുശ്രൂഷകളെ കൊടുത്തിരിക്കുന്നത് ആരാ? ദൈവം. അപ്പൊ ഇവിടുത്തെ ഓരോ സ്ഥലം സഭയിലെയും വിശ്വാസികൾക്കൊക്കെ ശുശ്രൂഷകളുണ്ട്. ഇനിയും ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവം ഉപയോഗമില്ലാത്തതുണ്ടോ? നമ്മുടെ ശരീരത്തിൽ ഉപയോഗമില്ലാത്ത ഏതെങ്കിലും ഒരു അവയവം ഉണ്ടോ? എല്ലാ അവയവത്തിനും അതാതിന്റെ ഉപയോഗം. അങ്ങനെയാണെങ്കിൽ സഭയിലെ വിശ്വാസികളിൽ ആരെങ്കിലും വെറുതെ വന്ന് സഭയിൽ ഇരിക്കുന്നവരുണ്ട്? അല്പം മുമ്പേ നമ്മള് പ്രിയ രാജാവിൽ നിന്ന് കേൾക്കാനായിട്ട് ഇടയായിട്ട് തുറന്ന് എല്ലാവരും സജീവമാണ്, അല്ലെ? എല്ലാവരും ആരാധനയിൽ സജീവമാണ്. ഓർക്കുക, ആരെങ്കിലും ഒരാള് വെറുതെ ഇരിക്കാനായിട്ട് കഴിയുമോ? ഒരു ശരീരം ശരിക്കും വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരു കാല് പറയുക ഈ ആഴ്ച ഞാൻ പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഒരു കാല് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. മുഴുവൻ ശരീരത്തിന്റെയും പ്രവർത്തനം പ്രശ്നമാണ്. ഒരു കൈ പറയുക ഞാൻ പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ മുഴുവൻ ശരീരത്തിന്റെയും പ്രവർത്തനം പ്രശ്നമാണ്. ഒരു കണ്ണു പറയുക ഞാൻ പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തെ മുഴുവൻ ദർശനവും ഇല്ലാതെയാണ്. സ്ഥലം സഭയിൽ ദൈവം എന്നെയും നിങ്ങളെയും ഓരോ ദിവസവും നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ നാം നെഗ്ലക്ട് ചെയ്താൽ, നാം അതിനെ ശരിയായിട്ട് ഉപയോഗിക്കാതെ ഇരുന്നാൽ അത് മുഴുവൻ സ്ഥലം സഭയുടെയും പ്രവർത്തനത്തിന് എന്താകുന്നു? വളർച്ചയ്ക്ക് അല്ലെ ശരിയായിട്ട് പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കാൻ കാരണമാണ്. എൻ്റെ ആ ഉത്തരവാദിത്തം ഞാൻ ചെയ്യാത്തത് കൊണ്ട് ദൈവസഭ ക്രിപ്പിളാകുവാൻ, ദൈവസഭയ്ക്ക് ശരിക്കും പ്രവർത്തിക്കാതിരിക്കാൻ ഇടയാകാതിരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ കാര്യം യൂണിറ്റിയിൽ മുന്നോട്ട് പോവുക, ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഐക്യതയിൽ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഒന്നേ സഭ ഒരു ശരീരമാണ്, അത് ഐക്യതയിൽ മുന്നോട്ട് പോവുക. രണ്ടാമത് സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സുവിശേഷ ഘോഷണത്തിൽ
മുന്നോട്ട് പോകുക. സുവിശേഷം എന്ത് ചെയ്യണം? ആളുകളെ എത്തിക്കുവാൻ സഭയ്ക്ക് ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് സുവിശേഷ ഘോഷണത്തിൽ മുന്നോട്ട് പോകണം. മൂന്നാമത് ഞാൻ പറഞ്ഞ കാര്യം, സഭയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആരാധനയിൽ, പഠിപ്പിക്കുന്നതിൽ, അതുപോലെ കൂട്ടായ്മയിൽ മുന്നോട്ട് പോകുക. സഭയുടെ മൂന്ന് ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, എന്ത് ചെയ്യുക? ഐക്യതയിൽ ഒന്നാകുക, ഒരു ശരീരം. രണ്ട്, സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്വങ്ങളെ നിവർത്തിക്കുക. മൂന്ന്, നാം കേട്ടതുപോലെ ആരാധനയിലെ, ദൈവവചന പഠനത്തിലെ, കൂട്ടായ്മയിലെ, പ്രാർത്ഥനയിലെ ഒന്നായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്കിടയായിട്ട് തീരുക. അങ്ങനെയാകുമ്പോഴാണ് ദൈവസഭയ്ക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയുന്നത്? ശരിയായ നിലയിൽ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ആകുമ്പോൾ ദൈവം നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവം നമുക്ക് തന്നതാകുന്ന ഓരോ കാര്യങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് കഴിയും. നോക്കിയാൽ ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം. ദൈവസഭയുടെ ഐക്യത എങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 20 തൊട്ടുള്ള വാക്യം ഒന്ന് വായിച്ചു നോക്കി. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ ഉള്ളതാകുന്ന വാക്യം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആവുന്നത് പോലെ അവരും തമ്മിലാകേണ്ടത് തന്നെ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഈ സഭയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കർത്താവ് തന്നെ പ്രാർത്ഥിക്കുക. പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയാണ്, ഞാനും നീയും ഒന്നാകുന്നത് പോലെ. ആരൊന്നാകണം? ഇവർ. ആര്? ഈ വിശ്വസിച്ചവർ, അല്ലെ? ഞാനും നീയും ഒന്നാകുന്നത് പോലെ. പിതാവും പുത്രനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നാ, അല്ലെ? അതിനകത്ത് ഒരു വ്യത്യാസമില്ല. അതുപോലെ വിശ്വസിച്ചവർ ആരാകണം? ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകണം. എവിടെയാ ഒന്നാകാൻ കഴിയുന്നത്? ഒരൊറ്റ കൂട്ടത്തിലാക്ക. നമ്മിൽ, ദൈവത്തിൽ നാം ഒന്നായിട്ട് തീരും, അല്ലെ? ദൈവത്തിൽ ഒന്നാകണം. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? നമ്മുടെ സഹോദരങ്ങളുടെ വേദന മനസ്സിലാക്കാൻ, സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കൂട്ടുവിശ്വാസികളുടെ പരിസ്ഥിതി മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും ഈ കാര്യങ്ങളെ ആളുകൾക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ ഇരിക്കുന്നതാണ് പ്രശ്നം. നമുക്കറിയാം, നമ്മുടെ ശരീരം, ഇത് സഭ എപ്പോഴും ഉപയോഗിച്ചിട്ട് ശരീരത്തിന് ഒരവയവത്തിനൊരു വേദന ഉണ്ടായാൽ ആ വേദന ആർക്കുള്ളതാ? മുഴുവൻ ശരീരത്തിനുള്ളത്. പക്ഷെങ്കിൽ സ്ഥലം സഭയില് ഒരവയവത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പലപ്പോഴും നാം വിചാരിക്കുന്നത് അത് മുഴുവൻ ആരുടേതാ? അവരുടെ മാത്രം പ്രശ്നമാണ്. പക്ഷെ ദൈവസഭ അങ്ങനെയല്ല. ദൈവസഭ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇതൊന്നാണ്. അവരുടെ വേദനയുടെ, അവരുടെ സങ്കടത്തിന്റെ, നിരാശയുടെ, പരാജയത്തിന്റെ സമയത്ത്, പരാജയപ്പെട്ട, ക്ഷീണിച്ചു പോയ ആളുകളൊക്കെ അനേകം ആളുകളെ ബൈബിളിൽ കാണാൻ കഴിയും. എല്ലാം എടുത്തു പറയുവാനായിട്ട് സമയമല്ല. ഓർക്കുക, കർത്താവ് അങ്ങനെ ക്ഷീണിച്ചവരെയും പരാജയപ്പെട്ടവരെയൊക്കെ എന്തോ ചെയ്തു? പൊക്കോളം പറഞ്ഞു? ഇല്ല. ക്ഷീണിച്ചവരെയും പരാജയപ്പെട്ടവരെയൊക്കെ മടക്കുന്നുണ്ട്. പത്രോസ് യേശു കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് താൻ വേദനിച്ച് വിഷമിച്ച് ദൂരെ ഇരിക്കുമ്പോൾ യേശു കർത്താവ് അവന്റെ അടുക്കലേക്ക് കടന്നു. അവനോട് പല പ്രാവശ്യം അവനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കും? ഉത്തരം അവൻ തന്നെ നൽകി. ഓർക്കുക, അവൻ വാസ്തവത്തില് അത് ഏറ്റവും വലിയ പരിവർത്തനത്തിന് കാരണമായിട്ട്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. ഞാൻ നിങ്ങളും ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്, പരാജയപ്പെട്ടു അല്ലെങ്കിൽ ക്ഷീണിച്ചു പോയി, തകർന്നുപോയി, കുറവുണ്ടായി, അതുകൊണ്ട് അവരെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുത്താൻ സ്ഥലം സഭയ്ക്ക് കഴിയില്ല. അവരെ എന്ത് ചെയ്യണം? മടക്കിക്കൊണ്ടുവരുവാനും കൂടെ നിർത്തുവാനും കഴിയുന്നതാണ് ഒന്നായിരിക്കുന്ന മനോഭാവം. അത് ഞാൻ ഈ ഭാവം പഠിച്ചപ്പോൾ ഓർക്കുവാനിടയായിട്ട് തോന്നുന്നു. ഒരു സ്ത്രീ യേശു കർത്താവിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ സകല ആളുകളും കല്ലുമായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും എറിയാൻ തയ്യാറാണ്. കർത്താവ് പറഞ്ഞ എന്താ? ആ സംഭവം നമുക്കറിയാവുന്ന ഞാൻ മൂലം വിശദീകരിക്കുന്നില്ല. നിങ്ങൾ പാപമില്ലാത്തവരല്ലേ, ആരും എറിഞ്ഞില്ല. കർത്താവ് ഒടിയും പറയുന്നുണ്ട്, ആരും നിന്നെ വിധിച്ചില്ലെങ്കിൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്യരുത്? ഇനിയും, അല്ലെ, ഇതുവരെയുള്ളതല്ല, ഇനിയും നിന്റെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം?
ഒരു മാനസാന്തരത്തോട് മടങ്ങി വരുവാൻ, ദൈവസന്നിധിയിൽ ദൈവസഭയ്ക്ക് പ്രയോജനപ്രദമായിരിക്കാൻ, സ്ഥലം സഭയ്ക്ക് കൂടുതൽ അനുഗ്രഹകരമായ സ്ഥിതിയിലേക്ക് എത്തിക്കുവാനായിട്ട് അത് കഴിയേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആകുമ്പോൾ അത് അന്യോന്യം പ്രയോജനപ്പെടുത്തുന്നതാകുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു പോകുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലം സഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, ഒന്ന്, സ്ഥലം സഭ ശിഷ്യന്മാര് കടന്നു വരുന്നതും ശിഷ്യന്മാർ ഉണ്ടാകുന്നതുമായിരുന്നു. രണ്ട്, സ്ഥലം സഭ അത് ജീവനുള്ള ഒരു സമൂഹമായിട്ട് മാറണം. അത് സഭയുടെ എല്ലാ മീറ്റിങ്ങുകളിലും ദൈവമക്കൾ ആക്റ്റീവായിക്കൊണ്ട് ആയിരിക്കണം. മൂന്ന്, സ്ഥലം സഭ എന്നതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുവാനായിട്ട് കഴിയുന്നത് ഓരോ വിശ്വാസികളുടെയും ആത്മീക വളർച്ചയ്ക്ക്, സ്പിരിച്വൽ മെച്യൂരിറ്റിക്ക് നാം അന്യോന്യം സഹായിക്കുവാൻ കഴിവുള്ളവരായിട്ട് തീരാണ്. അങ്ങനെയാണെങ്കിൽ സ്ഥലം സഭയുടെ ആത്മീയ വളർച്ചയും ആത്മീയ ഉന്നമനത്തിനും അത് കൂടുതൽ പ്രയോജനപ്പെടുവാനായിട്ട് ഇടയായിട്ട് തരും. ഐക്യത്തിൽ വളരുവാനായിട്ട് ഇടയായിട്ട് തീരും. ഇനി അത് മാത്രമല്ല, നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ടതാകുന്ന കാര്യമുണ്ട്. നാം അന്യോന്യം ഭാരങ്ങളെ ചുമക്കാൻ നമുക്ക് കഴിയും. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം അവിടെ പറയുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? അന്യോന്യം ഭാരങ്ങളെ ചുമക്കണം, ഷെയർ ചെയ്യുവാൻ കഴിയും. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ നിങ്ങൾ അന്യോന്യം ഭാരങ്ങളെ ചുമക്കണം, ഷെയർ ചെയ്യണം, ഭാരങ്ങളെ എൻകറേജ് ചെയ്യുവാൻ. സ്ഥലം സഭയ്ക്ക് മാത്രമേ ഇത് ചെയ്യുവാനായിട്ട് കഴിയൂ. ഞാൻ ഇങ്ങനെ അല്പം മുമ്പ് നമ്മൾ കേട്ടതുപോലെ അനേക മരണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ലോകത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നത് എന്താ? അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ അവർക്ക് ആരുമില്ല. അവരുടെ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ആരുമില്ലാത്തത് കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് അവർ സ്വയം ഉണ്ടാക്കുന്ന പരിഹാരങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നതാകുന്ന, എന്താ പറയുന്നത്, വിവിധ നിലയിലുള്ള യുവാക്കൾ തെറ്റായ വഴികളിൽ പോകുന്നത്, മരണത്തിലേക്ക് പോകുന്നത്, മയക്കുമരുന്നിനും മറ്റും അടിമകളായിട്ട് തീരുന്നത്. പക്ഷെ സ്ഥലം സഭ എന്തിന്റെ കാരണമാണ്? അന്യോന്യം ഭാരങ്ങളെ ചുമക്കാൻ കഴിയുന്നത്, എൻകറേജ് ചെയ്യുവാൻ, ഒരുമിച്ച് അന്യോന്യം ഭാരങ്ങളെ ചുമക്കുവാൻ, അന്യോന്യം മറ്റുള്ളവരുടെ വിഷയങ്ങളെ അറിയുവാൻ, അതിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് കഴിയുന്ന ഒന്നായിട്ട് തീരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാകുന്ന കാര്യമാണ്. മാത്രമല്ല, സ്ഥലം സഭയുടെ ഒരു കാര്യം കൂടി ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കിയ തീത്തോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം. ആ വാക്കുകളെല്ലാം വായിക്കുവാനായിട്ട് സമയം എടുക്കുന്നില്ല. അവിടെ അതിൻ്റെ പിന്നീട് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിക്കൊള്ളുക. 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ തീത്തോസിനോട് പറയുകയാണ്, നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. പിന്നെ അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത് അറിയാമോ? ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് നീ അടുത്ത തലമുറയെ, യൗവനക്കാരത്തികളെ, അടുത്ത കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ വിശദീകരിക്കാതെ പറയാം. ഓക്കെ, ദൈവവചനം എന്ത് ചെയ്യണം? ദുഷിക്കപ്പെടാതെ ഇരിക്കണം. 7-ാം വാക്യത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ 7-ാം വാക്യത്തിൽ വരുമ്പോൾ, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. അതിലൊക്കെയാണ് 8-ലേക്ക് ഉപദേശത്തിലും നിർമ്മലതയിലും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പത്യവചനം ഉള്ളവനായി എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു തലമുറയെ മെന്റർ ചെയ്യുക, അല്ലെ? അടുത്ത ഒരു തലമുറയെ ശരിയായ നിലയിലേക്ക് കൊണ്ടുവരും, ഒരു മെന്റർഷിപ്പിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയും. നോക്കുക, അതിന് ചെയ്യേണ്ടത് തിമോത്തിയോസിനോട് പറയാണ്, നീ ഇതൊക്കെ ചെയ്യണം. നീ ചെയ്യേണ്ടതാകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിന്റെ ജീവിതത്തിൽ നോക്കിയാൽ നിന്റെ ജീവിതത്തിൽ പത്യോപദേശത്തിന് സ്ഥാനം ഉണ്ടായിരിക്കും. അതിന് ചേരുന്നത് നീ പ്രസ്താവിക്കാവൂ. 2-ാമത് പറയുകയാണ്, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിനെ നീ ശ്രദ്ധിക്കണം. 3-ാമത് പറയുകയാണ്, സൽപ്രവർത്തികൾക്ക് നീ മാതൃകയായിട്ട് തീരണം. അവസാനം പറയുകയാണ്, ദൈവത്തിന്റെ ഉപദേശത്തിൽ നിർമ്മലരും ഗൗരവമുള്ളവരായിട്ട് ഇരിക്കേണ്ടതിന്, അല്ലെ? അപ്പൊ ദൈവവചനത്തിന്റെ ഉപദേശത്തിന് അനുസരിച്ച് ജീവിക്കും. അപ്പൊ അതിനു വേണ്ടി മറ്റുള്ളവരെ ഒരുക്കിയെടുക്കണം, ഒരു നല്ല മെന്റർഷിപ്പിലേക്ക് സ്ഥലം സഭ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, വിശദീകരിക്കാനുണ്ട്. സമയം ത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ നിങ്ങളുടെ ഉദ്ദേശം, ഒരു സ്ഥലം സഭയുടെ ലക്ഷ്യം
എന്ന് പറയുന്നത് സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ. അതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ ശിഷ്യന്മാരുണ്ടാകണം. അത് സ്ഥലം സഭയുടെ ലക്ഷ്യമായിരിക്കണം. 2, സ്ഥലം സഭയുടെ ലക്ഷ്യം ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലിവിങ് കമ്മ്യൂണിറ്റി ആയിട്ട് തീരണം. ഒരു നല്ല ആത്മീക വളർച്ചയുള്ള ജീവനുള്ള സമൂഹമായിട്ട് സ്ഥലം സഭ മാറണം. മീറ്റിങ്ങുകളൊന്നും എന്ത് ചെയ്യരുത്, അവഗണിക്കപ്പെടാതെ ഇരിക്കണം. 3, മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം, പക്വതയിലേക്ക് വളർന്നു വരുവാനായിട്ട് ഇടയായിട്ട് തീരണം. അത് ഐക്യതയിലൂടെ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. അതുപോലെ തന്നെ അടുത്ത തലമുറയെ അതിനുവേണ്ടി ഒരുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രിയമുള്ള ദൈവമക്കളെ, എൻ്റെ നിങ്ങളുടെ ക്രിസ്തു ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം അടുത്തൊരു തലമുറയെ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കുന്നതാകട്ടെ. നമുക്കറിഞ്ഞുകൂടാ നമ്മുടെ മുമ്പിൽ ഇനിയും എത്ര കാലമുണ്ട് എന്നുള്ളത്. ഈ കാലത്തിന്റെ ഉള്ളിൽ ഒരു സ്ഥലം സഭ എന്നുള്ള നിലയിൽ, ഞാനും നിങ്ങളും സ്ഥലം സഭയുടെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ നിവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കേട്ട വാക്കുകൾ നമ്മുടെ ക്രിസ്തു ജീവിതത്തിന് അനുഗ്രഹമാകട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കാം. മഹോന്നതനായ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഈ ആഴ്ചയുടെ 1-ാം ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് കഥാവിനെ ആരാധിപ്പാനോട് സഹവാസം ഞങ്ങൾക്ക് ഓർക്കുവാനിടയായിട്ട് തീർന്നു. ഞങ്ങളുടെ കഥാവ് എത്ര നല്ലവനാണ്, എത്ര മതിയാവനാണെന്ന്. സങ്കീർത്തനത്തിലൂടെ ഞങ്ങൾ ഓർത്തതുപോലെ കഥാവെ, ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നു, നീ എങ്കിലേക്ക് ചെവിചായിരിക്കണമെന്ന് ഞങ്ങൾക്ക് ഓർക്കുവാനിടയായി. ഞാൻ നിന്റെ ഭക്തനാണ് എന്ന് ഞങ്ങൾക്ക് ഓർക്കുവാനിടയായി. ആ നിലയിൽ കഥാവിനെ സ്നേഹിപ്പാൻ കഥാവിനെ ആരാധിപ്പാൻ ഞങ്ങൾക്കിടയായി. വിവിധ പാട്ടുകൾ ഞങ്ങളെ ആ നിലയിൽ കഥാവെ അങ്ങയെ മഹത്വപ്പെടുത്തുവാനായിട്ട് കാരണമാക്കി തീർത്തു. വിവിധ വാക്കുകൾ, സ്തോത്രത്തിന്റെ ശബ്ദങ്ങൾ അങ്ങയെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് സാവകാശം തന്നു. വിവിധ വാക്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ഞങ്ങളെ ആ നിലയിൽ ബലപ്പെടുത്തി. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അതിനുശേഷം കർത്താവെ, അവിടുന്ന് അങ്ങയെ ഞങ്ങൾക്ക് മേശ വെച്ച് ആരാധിക്കുവാനായിട്ട്, അങ്ങയെ ഓർക്കുവാനായിട്ട്, അവിടെ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച ഇഷ്ടാനുഭവങ്ങളെ ഓർക്കുവാൻ, അവിടുത്തെ മരണത്തെയും അടക്കത്തെയും പുനരുത്ഥാനത്തെയും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതാകുന്ന വാഗ്ദത്തെയും ഓർക്കുവാൻ ഞങ്ങൾക്ക് സാവകാശം നൽകിയത് ഓർത്ത് സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ ഭൂമിയ നന്മകളുടെ ഒരു ഭാഗം അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി അർപ്പിപ്പാൻ ഞങ്ങളെ സഹായിച്ചു. വീണ്ടും കർത്താവെ, അവിടുത്തെ വചനത്തിൽ കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. ഒരു സ്ഥലം സഭ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? അത് കർത്താവെ, ഞങ്ങളെ ഇന്നും അവിടുന്ന് കേൾപ്പിച്ചത് കൊണ്ട് സ്തോത്രം. വളരെ വിലപ്പെട്ട സത്യങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചു. ഞങ്ങൾ കർത്താവെ, ശിഷ്യന്മാരുണ്ടാക്കപ്പെടുന്ന സ്ഥലമായിട്ട് തീർക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അതിനായിട്ട് ഞങ്ങളെ അവിടെ സഹായിക്കുന്നു. അതുപോലെ കർത്താവെ, സ്ഥലം സഭ ജീവനുള്ള ഒരു എൻറ്റിറ്റിയായിട്ട് നിൽക്കുവാൻ, ആത്മീയമായിട്ട് ഉണർവുള്ളതായിട്ട് നിൽക്കുവാൻ, എല്ലാ കാര്യങ്ങളും ശ്രദ്ധയുള്ളവരായിട്ട് നിൽക്കുവാൻ ഇടയാക്കണം. ഞങ്ങൾ കർത്താവെ, അതുപോലെ തന്നെ ആത്മീയമായിട്ട് പരിപക്വതയുള്ളവരായിട്ട് തീരണം, ആത്മീയമായിട്ട് ഐക്യമുള്ളവരായിട്ട് തീരണം, സ്നേഹത്തിൽ മുൻവളരുന്നവരായിട്ട് തീരുവാനിടയാക്കി തീർക്കണം. സുവിശേഷ വേലയുള്ള ഞങ്ങളുടെ താല്പര്യം വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായിട്ട് തീരണം. അതുപോലെ ഞങ്ങൾ ഓർത്തതുപോലെ കർത്താവെ, ഞങ്ങളെ അടുത്തൊരു തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് ഞങ്ങളെ അവിടെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പത്യോപദത്തിന് ചേരുന്നത് പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവവചനത്തിന് ദുഷിപ്പ് ഉണ്ടാക്കുന്നവരാകാതെ ഞങ്ങൾ മാതൃകയുള്ളവരായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എല്ലാ നിലയിലും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ട് സ്തോത്രം, വചനം ഞങ്ങളെ കൽപ്പിച്ചുകൊണ്ട് സ്തോത്രം. ഇവിടെ ഇന്ന് ഞങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ച എല്ലാ ദൈവമക്കൾക്കായിട്ടും സ്തോത്രം. എല്ലാ സഹോദരങ്ങൾക്കായിട്ടും സഹോദരിമാർക്കായിട്ടും കുഞ്ഞുങ്ങൾക്കായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ മൂപ്പന്മാർക്കായിട്ട്, ഡീക്കൻസിനായിട്ട് ഒക്കെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ശരീരത്തിലെ രോഗത്തിന്റെ കാരണത്താൽ, മറ്റു ശാരീരികമായ പ്രയാസങ്ങളാൽ, മറ്റു ബുദ്ധിമുട്ടുകളാൽ കടന്നു വരാൻ കഴിയാത്ത പലരുമുണ്ട്. അവരെ ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ കർത്താവെ, യാത്രയിലും മറ്റും ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ പിരിയാണ്. ഞങ്ങൾക്ക് ഈ ആഴ്ച നൽകിയ എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. ഈ ആഴ്ച നടക്കാനുള്ള എല്ലാ മീറ്റിങ്ങുകളും ഇനിയുണ്ട്. അവിടുത്തെ വരവിന് താമസമെങ്കിൽ ഞങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കുവാനും ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണം. വരവിന് താമസമെങ്കിൽ കർത്താവെ, അടുത്ത ആഴ്ചയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്നേഹിപ്പാൻ, ഒരുമിച്ച് ആരാധിപ്പാൻ ഞങ്ങൾ ഉപയോഗിച്ചാൽ കർത്താവെ, ഇന്ന് നൽകിയ എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന ഇവിടുന്ന് കേട്ടുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാവരുമായ സ്തുതിയും സ്തോത്രവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളുടെ രക്ഷിതാവും കർത്താവേ യേശുക്രിസ്തുവിന്റെ പാദത്തിൽ അർപ്പിക്കുന്നു. കൃപയുണ്ടായി സ്വീകരിക്കണം പിതാവേ. ആമേൻ.